അറിയപ്പെട്ടത്. വിശുദ്ധ മർത്ത. ജെറുസലേമിനടുത്ത് ബഥാനി എന്ന ഗ്രാമത്തിലാണ് വിശുദ്ധ മർത്ത വസിച്ചിരുന്നത്. ലാസർ, മേരി എന്നിവരായിരുന്നു സഹോദരങ്ങൾ. ഈശോയോട് നല്ല സൗഹൃദം പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. ഈശോയും ശിഷ്യന്മാരും ആ ഭവനത്തിൽ വരുമ്പോൾ മർത്തയാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത് സ്നേഹപൂർവ്വം അവരെ ശുശ്രൂഷിച്ചിരുന്നത്. ലാസർ രോഗിയാണെന്ന വിവരം ഈശോയെ അറിയിച്ചിട്ടും ലാസർ മരിച്ച് 4 ദിവസത്തിനു ശേഷമാണ് ഈശോ അവിടെ എത്തിയത്. മർത്ത ഈശോയോട് ആവലാതിപ്പെട്ടു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മറിയത്തോടും മർത്തായോടുമൊപ്പം ഈശോയും ശിഷ്യന്മാരും കല്ലറയിലെത്തി. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് അരുൾ ചെയ്തുകൊണ്ട് ഈശോ ലാസറിനെ ഉയർപ്പിച്ചു. പാലസ്തീനിയായിൽ ക്രിസ്തുമതമർദ്ദനം തുടങ്ങിയപ്പോഴും ലാസറും കുടുംബാംഗങ്ങളും ഒരു വള്ളത്തിൽ കയറി പ്രൊവിൻസിലേക്ക് പുറപ്പെട്ടു. അവിടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിച്ചു. മർത്തയുടെ ശവകുടീരം അവിഞ്ഞോണിൽ കാണപ്പെടുന്നു. മർത്ത സേവനപരമായ പ്രേക്ഷിതരുടെയും സഹോദരി മറിയം ജ്ഞാനാത്മക ജീവിതത്തിൻ്റെയും പ്രതീകമാണ്. ഈശോ അവരെ രണ്ടുപേരെയും സ്നേഹിച്ചിരുന്നു. മർത്തയെ പോലെ തന്നെ നമുക്കും ഈശോയ്ക്ക് വേണ്ടി പ്രേക്ഷിത വേലകൾ ചെയ്ത് ജീവിക്കാം.